ഒന്ന് നിന്നേ, ഒരു ലിഫ്റ്റ് തരുമോ? അങ്ങോട്ടാ? എങ്ങോട്ടാ ചേട്ടാ? അങ്ങനെയൊന്നും ഇല്ല, എങ്ങോട്ടെങ്കിലും. അപ്പൊ എന്റെ കൂടെ എങ്ങോട്ടും വരാൻ ചേട്ടൻ തയ്യാറല്ലേ? അതെനിക്ക് മനസ്സിലായി. എന്നോട് ലിഫ്റ്റ് ചോദിച്ചപ്പോഴേ മനസ്സിലായി. എന്ത് മനസ്സിലായി? എന്നോട് ഇഷ്ടമാണെന്ന് അല്ലേ? പട്ടി. അതൊന്നും ചെയ്തില്ല, പട്ടിയല്ലേ? എളുപ്പം വിട്. പേടിയുണ്ടോ? ഞാനില്ലേ കൂടെ? അങ്ങോട്ട് വിട്ടെ. ചേട്ടാ എന്നെ മുറുകെ പിടിച്ചോ, ഗട്ടറുണ്ട്. മുറുകെ പിടിച്ചാ സ്പീഡ് വിടുവോ? പിടിച്ച്. ഇങ്ങനാണോ? വലിയ നഷ്ടമുള്ള കാര്യമാണോ? മുറുക്കാം. ഇത്തിരൂടെ മുറുകെ. മുറുക്കി. ഇപ്പൊ കണ്ടോ എന്റെ സ്പീഡ്? വേഗം വിട്. നിർത്ത് നിർത്ത് നിർത്ത്. സൈഡിലോട്ട് മാറ്റി നിർത്ത് കൊച്ചേ. ബ്രേക്ക് പിടി. ധൃതി വെക്കല്ലേ, അങ്ങനെ നിർത്താനൊക്കില്ല. താങ്ക് യു വെരി മച്ച്. ഒന്ന് നിന്നേ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ടിട്ടുള്ള പോലെ. കണ്ടു കാണും, ഞാനൊരു മഹാനാണേ. ഇടയ്ക്കിടയ്ക്ക് എന്റെ പടം പത്രത്തിൽ വരും. പോട്ടെ. ചേട്ടാ എന്താ? ഇതിനാണോ ചേട്ടാ സ്പീഡി വണ്ടി വിടാൻ പറഞ്ഞേ? പിന്നല്ലാതെ. ഐ ലവ് യു ചേട്ടാ. ഞാൻ എന്ത് തെറ്റ് ചെയ്തു കൊച്ചാ നിന്നോട്? എന്നെ വെറുതെ വിട്ടാര്. ബോട്ട് വിടല്ലേ, ഒരാളോടുണ്ട്. Follow him. ഫ്രണ്ടിലോട്ട്. അതിലെ ഓ അതിലെ വഴി. എത്രയാ? ഒരു 2. സോറി. ഇവൻ തന്നെ. മുഖത്തിനൊരു ചളുക്കോ? ഇവൻ തന്നെ. പറയല്ലേ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു അവസാനം കറങ്ങി തിരിഞ്ഞ് ഈ 50,000 രൂപ എന്റെ കയ്യിൽ തന്നെ വരുമെന്ന്. എന്റെ കയ്യിൽ രക്ഷപ്പെടാമെന്ന് നോക്കണം. 50,000 രൂപയോ? അതെ. എന്നെ പിടിച്ചു കൊടുത്താലോ? നല്ല കാര്യമായി. തമാശ തമാശ സീരിയസ്. സമ്മതിച്ചേട്ടാ, സമ്മതിച്ച്. എന്നെ പിടിച്ചു കൊടുത്ത 50,000 രൂപ കിട്ടും. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്നെ ആദ്യം കണ്ട ഈ ചേട്ടനല്ലേ? ഞാൻ ആദ്യം കണ്ടത്. ഞാനാ പിടിച്ചേ. എന്റെ 50,000 രൂപ പിടിച്ച ചേട്ടനാണെങ്കിൽ ഈ ചേട്ടൻ ആദ്യം കണ്ടത്. ഞാനാ കണ്ടത്. 50,000 രൂപയോ? എല്ലാവർക്കും പങ്കുവെച്ച് വരാൻ വരും. എല്ലാവരും വരും.
ചേട്ടാ പല സ്വിമ്മിംഗ് പൂളും കണ്ടിട്ടുണ്ട്. ഇതുപോലെ തിളച്ച വെള്ളമുള്ള സ്വിമ്മിംഗ് പൂൾ ആദ്യമായിട്ട് കാണുക. അമ്മേ Look at that. തുമ്പപ്പൂവും കാക്കപ്പൂവും തേടി കാടായ കാടൊക്കെ അലഞ്ഞു നടന്നിരുന്ന കുട്ടിക്കാലം മുതൽ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു ശാന്തി. രാഘവേട്ട, എനിക്കും ഒന്ന് പറയാനുണ്ട്. മുത്തശ്ശിയുടെ മടിയിൽ കിടന്ന് രാജകുമാരിയെ രക്ഷിച്ച രാജകുമാരന്റെ കഥ കേട്ടപ്പോൾ എന്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്ന ചിത്രം ഈ രാഘവേട്ടന്റേതായിരുന്നു. ശാന്തി, കൽപ്പനകൾ പുറപ്പെടുവിക്കാൻ കൽപ്പുള്ള കളരിക്കൽ തറവാട്ടിലെ കിണർ നായരുടെ മകളെ ഈ രാഘവേട്ടൻ ക്ഷണിക്കുന്നത് ചെറ്റക്കുടിലേക്കാണെന്ന് ഓർമ്മകൾ. എനിക്ക് മണിമേടിയാണ് പിന്നെ നന്നായിട്ട് കൂടി എന്നാലേ ഡയലോഗ്. എന്നിട്ടും എന്താ കുട്ടി, പനിനീർപ്പൂ പോലുള്ള നിന്റെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കും. വേണ്ട ഇങ്ങോട്ട് മക്കളാ, ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്യും. നീ സ്റ്റേജിൽ കയറുന്നു, കൈയടി മേടിക്കും. ഇന്നത്തെ പ്രോഗ്രാം നീ കലക്കും. അതിനെനിക്ക് വന്ന് ഇവിടെ ഇരിക്കുവായോ? ആദ്യം ഇങ്ങനെ വേണം, ആത്മാർത്ഥത അങ്ങനെ നിന്നെ ഞാൻ ഇന്ന് സൂപ്പർ സ്റ്റാറാക്കും. ഇപ്പൊ എവിടാ വെക്കുന്നേ? അയ്യോ കണ്ണിലായിപ്പോയി. ചേട്ടൻ എന്നെ ഒരിക്കലും കൈവിടില്ലെന്ന പ്രതീക്ഷയിലാണ് ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങിപ്പോരുന്നത്. പേടിക്കേണ്ട ശാന്തി, നിന്നെ ഞാൻ ഒരിക്കലും കൈവിടില്ല, സത്യം. അയ്യോ, ഇവിടെ ഒരു ചെറുപ്പക്കാരൻ എന്തിയേ? വെള്ളം അടിച്ചാൽ വജി കിടക്കണം. പേര് വെക്കില്ലേ? അല്ല, ഇതെന്താ എന്റെ മീശ? അത് വലിച്ചിറങ്ങാൻ നാളെ സമയമായി. അല്ല ഞാൻ അല്ല ഇനിയുള്ള ദിനങ്ങൾ ഇതുവരെ തീർന്നില്ലേ മേക്കപ്പ്? സമയമായെന്ന്. സന്തോഷത്തിന്റെ നിർമാതളങ്ങൾ കാക്കി. നിന്റെ ഉയർന്ന വാക്കുകൾ അമൃതവർഷമായി എനിക്ക് തോന്നുന്നു. എന്റെ ജീവിതം ധന്യമായതായി ഞാൻ അറിയുന്നു. നിർത്ത് 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 നിർത്ത്. ഒരു മിനിറ്റ്. എക്സ്ക്യൂസ് മീ. ഒരു മിനിറ്റ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചെന്നുള്ളത് ഞാൻ ഞാൻ അഭിനയിക്കണം, പ്രശ്നമില്ല. എന്റെ ജീവിതം തന്നെ ഒരു അഭിനയമാണ്. ഞാൻ അഭിനയിക്കാം. സമ്മതിക്കില്ല. പോട്ടെ.
ആരെ കുഴപ്പം വേണ്ട തോന്നുന്നു രാഘവേട്ട. ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം സാർ. ഇറ്റ്സ് ഓൾ റൈറ്റ്, ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒന്ന് നിൽക്കണേ. ഇതുവഴി ഒരു ചെറുപ്പക്കാരൻ ഓടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ശ്രദ്ധിച്ചെടുത്തോടെ. ഓട്ട് സൂട്ടോ കേട്ട് മതി മതി മതി. എക്സ്ക്യൂസ് മീ സാർ, ഞങ്ങളും അല്പം തിരക്കിലായിരുന്നു. ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ്. സാറിനെ എവിടെയോ കണ്ടു മറന്നതുപോലെ. സാധ്യതയുണ്ട്. ഞാൻ പണ്ട് ഇവിടൊക്കെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു. ആ, പിന്നീട് ആർമിയിൽ ചേർന്നു. 30 കൊല്ലത്തെ സേവനത്തിന് ശേഷം ദാ നേരെ ഇറങ്ങി വരികയാ. ഐ ആം കേണൽ നായർ. ഓ ഐ ആം സോറി, എനിക്ക് തോന്നിയതാവും. ബൈ ബൈ. എക്സ്ക്യൂസ് മീ കേണൽ നായർ, യെസ്. ഇതുവഴി ഒരു ചെറുപ്പക്കാരൻ ഓടി പോകുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ ആരെയും കണ്ടില്ല. ഓക്കെ. I am Colonel Nair. Yes, I am Colonel Nair. ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്തു കോമരങ്ങൾ തുള്ളവേ, കാവൽ ദൈവങ്ങളെ പോകാനിടം തരൂ, വാനം പാടി പോലെ ദൂരെ ദൂരെ. ചിന്തകത്തോ ചിലമ്പണിഞ്ഞു വാളെടുത്തു കോമരങ്ങൾ തുള്ളവേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ കേണൽ നായർ, ഈ വീട്ടിലെ പുതിയ താമസക്കാരനാ. എന്താ പേര്? പേര് പേര് ഇന്ദു. ചന്തു. ഇന്ദു. ഓ, ഇന്ദു. ചെവി എത്ര പോരാ. പിന്നെ കാണാം. കേണൽ നായർ. മിസ്റ്റർ വേണുഗോപാലകൃഷ്ണൻ, പിന്നെ കാണാം. ഗുഡ് ബൈ. വെൽക്കം കേണൽ നായർ. മോളെ, മോളെ. അയ്യോ അനുമോളെ, എന്തു പറ്റി അനുമോളെ? മോള് കരയല്ലേ കരയല്ലേ കരയല്ലേ.
ഞങ്ങള് കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. വലിയ കുസൃതിക്കാരിയാ. വാ വീട്ടിൽ പോവാം. താങ്ക് യു. മോളെ, സാരമില്ല. കുട്ടികളായ ഇങ്ങനെ വീഴും, കാലുമുറിയും. മോള് കണ്ടതൊന്നും ആരോടും പറയല്ലേ. അങ്കിൾ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരാം. എന്താ മോളെ, എന്ത് പറ്റി? എന്താ മോള് സംസാരിക്കാത്തത്? പേടിക്കണ്ട, അവൾ ജന്മന സംസാരിക്കില്ല. സോറി മോളെ, സോറി. വടക്കേപ്പാട്ടെ അപ്പുവേട്ടന്റെയും പ്രഭചേച്ചിയുടെയും മോളാ. രണ്ടുപേരും ഓഫീസിൽ പോയിരിക്കുക. വരുമ്പോ ഇത് കണ്ട ബഹളാവും. അത് ഞാൻ അറിയാതെ. ഭയപ്പെടണ്ട, മോള് കളിക്കുമ്പോ താനെ വീണതാന്ന് ഞാൻ പറഞ്ഞോളാം. പാവം കുട്ടി ശരിക്കും നൊന്ത് കാണും. മോളുടെ പേര് ഇന്ദു എന്നല്ലേ പറഞ്ഞത്? ഓ, എന്തേ? ഒന്നുമില്ല. വരട്ടെ. മിസ് ഗോപിക വർമ്മ, ഇത് വഴി കിടന്ന് കിട്ടിയതാ. ഇതിലൂടെ കുട്ടി ആരാണെന്നും എന്താണെന്നും ഞാൻ മനസ്സിലാക്കി. എന്നാലും എന്റെ അറിവ് പൂർണ്ണമല്ല. ഇനിയും എന്തൊക്കെയോ അറിയാൻ ബാക്കിയുണ്ട്. പറയാൻ താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാൻ ഈ അങ്കിളിന് മടിയില്ല. പേടിക്കണ്ട, അങ്കിൾ ആരോടും ഒന്നും പറയില്ല. അമ്മാവ പതുക്കെ ഓട്, ഉളുക്കരുത്. മോള് കണ്ടിട്ടും കാണാതെ പോവുകയാണല്ലേ? പിണക്കമാണോ? സോറി, ഞാൻ അങ്കിളിനെ കണ്ടില്ല. സോറി പറയേണ്ടത് ഞാനല്ലേ കുട്ടി. അർഹത ഇല്ലാതിരുന്നിട്ടും ഞാൻ ഇന്നലെ കുട്ടിയുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് വെറുതെ അന്വേഷിച്ചു. എല്ലാം കുട്ടിയോട് എനിക്ക് തോന്നിയ സ്നേഹവും വാത്സല്യവും കൊണ്ടാണ്. മോളെ, വാട്ട് ഈസ് ദ പ്രോബ്ലം? കുട്ടി എന്നിൽ നിന്ന് എന്തോ മറയ്ക്കുന്നുണ്ട്. സൈമൺ ആന്റണി